CMRL എക്സാലോജിക് ഇടപാടിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പരിശോധന പൂർത്തിയായി. SFIO ഉദ്യോഗസ്ഥർ മടങ്ങി. CMRL KSIDC സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനാണ് സംഘം എത്തിയത്. 3 മണിക്കൂറിലധികമാണ് പരിശോധന നടന്നത്. റോഷിപാൽ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഒടുവിൽ സംഘം മടങ്ങിയിരിക്കുകയാണ്. പ്രതികരിക്കാനില്ല എന്നാണ് ഈ സംഘത്തലവൻ അരുൺ പ്രസാദ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ബിനിൽ, ഇന്ന് ഏതാണ്ട് 1:10 തിരുവനന്തപുരത്ത് KSIDCയുടെ ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം എത്തി. ഏതാണ്ട് 3 മണിക്കൂറിലേറെ KSIDC ഓഫീസിൽ പരിശോധന പൂർത്തിയാക്കിയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഇവർ മടങ്ങിക്കഴിഞ്ഞു. ഈ ആദ്യഘട്ട പരിശോധന, ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയാണോ മടങ്ങിയതെന്ന ചോദ്യത്തിന് അരുൺ പ്രസാദ് പ്രതികരിക്കാൻ തയ്യാറായില്ല. നോ കമന്റ്സ് എന്ന് മാത്രം ആ പ്രതികരണം ഒതുക്കിയാണ് അങ്ങോട്ട് മടങ്ങിയിരിക്കുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ 2 ദിവസം നീണ്ട CMRL പരിശോധനയിലും പിന്നീടുള്ള KSIDCയിലെ പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. 8 മാസമാണ് പരിശോധനയ്ക്കായി സമയം നൽകിയിരിക്കുന്നത്. പക്ഷേ അതിവേഗത്തിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇന്നത്തെ പരിശോധനയടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലെ ഇപ്പോൾ മൊഴിയെടുക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്ന് മടങ്ങുന്ന സംഘം നാളെ തിരിച്ചെത്തുമോ എന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ കൊച്ചിയിൽ ആലുവയിലെ CMRLന്റെ ആസ്ഥാനത്തേക്ക് എത്തിയത്. സമാനമായ രീതിയിൽ അടുത്ത ദിവസം ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ സംഘം തിരിച്ചെത്തുമോ വീണയുടെ മൊഴി രേഖപ്പെടുത്താൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചു എന്ന് വ്യക്തമല്ല. CMRL എന്ന വിവാദ കരിമണൽ കമ്പനിയിൽ KSIDCക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, ഏതാണ്ട് 13.4% ഓഹരി പങ്കാളിത്തമുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരിശോധന നടക്കുന്നത്. നേരത്തെ ROCയുടെ റിപ്പോർട്ടിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഈ KSIDC സ്ഥാപനത്തിന് CMRL ഓഹരി പങ്കാളിത്തം ഉള്ളതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അതുവഴി കരിമണൽ കമ്പനികളുടെ സ്വാധീനം ഉപയോഗിച്ചാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി ഈ സ്ഥാപനവുമായി കരാറുണ്ടാക്കിയത്, അവിഹിതമായി ഇടപാട് നടത്തിയത് എന്ന ഒരു കണ്ടെത്തലാണ് ROCയുടേത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെ ഏൽപ്പിച്ചത്. 8 മാസം കൊണ്ട് റിപ്പോർട്ട് നൽകാനുള്ള സമയമാണുള്ളത്. പക്ഷേ അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്താണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാളെ ദില്ലിയിൽ സമരം നടത്തുന്ന ഇതിൻ്റെ തൊട്ട് തലേന്ന് കേന്ദ്ര ഏജൻസിയായ ഈ SFIO ഇവിടെ എത്തി, തിരുവനന്തപുരത്തെത്തി പരിശോധന പൂർത്തിയാക്കിയത്. വെള്ളയമ്പലത്തുള്ള ഈ KSIDC വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ ദില്ലിയിൽ സമരം നടത്തുമ്പോഴാണ് SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ പ്രത്യേക സംഘം, ഈ കേസ് അന്വേഷിക്കുന്ന സംഘം ഇപ്പോൾ ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട KSIDCയിൽ പരിശോധന നടത്തുന്നത്. അപ്പോൾ നാളെ ദില്ലിയിൽ സമരം നടക്കുമ്പോൾ വീണ വിജയനിലേക്ക് ഉൾപ്പെടെ ചോദ്യമുന ഉയരുകയാണെങ്കിൽ അതിന് രാഷ്ട്രീയമായ പല മാനങ്ങൾ കൂടി ഉണ്ടാകും. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ? ഒന്ന്, CPIM ഈ തരം ഒരു ആരോപണം ഉയർത്തി തന്നെയാണ് പ്രതിരോധിക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിലേക്ക് സമരം നടത്തുന്നതിന് തൊട്ട് തലേന്ന് ആ സമരത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരമൊരു പരിശോധനയുമായി കടക്കുന്നത്, കേരളത്തിലേക്ക് കടന്നെത്തുന്നത് എന്ന ആക്ഷേപമാണ് LDF ഉയർത്തുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും നിരവധി കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് തലസ്ഥാനം കേന്ദ്രീകരിച്ചിരുന്നു. സമാനമായി തന്നെ കഴിഞ്ഞ ദിവസം അല്ലമീൻ പറഞ്ഞതുപോലെ ഒരു ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു ആലുവയിലേക്ക് CMRLന്റെ ആസ്ഥാനത്തേക്ക് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം നടത്തിയത്. ആ ഒരു നീക്കത്തിന്റെ തുടർച്ചയെന്നോണമാണ് അധികം സമയം പാഴാക്കിയത് തന്നെ KSIDC ഈ CMRL എന്ന വിവാദ കരിമണൽ കമ്പനിയിൽ പങ്കാളിത്തമുള്ള വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്കും അന്വേഷണം SFIO വ്യാപിപ്പിച്ചത്. ഇനി മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നതാണ്. അത് ചോദ്യം ചെയ്യലിലേക്ക് അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് വളരെ പെട്ടെന്ന് അന്വേഷണം എത്തുമോ എന്നത്, അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് നാളെ ദില്ലിയിൽ നടത്തുന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം ഇവിടെ എത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ മൊഴി രേഖപ്പെടുത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണം ഉയർത്തി തന്നെയാണ് LDF പ്രതിരോധം ഉയർത്തുക. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വർണ്ണക്കടത്ത് ആരോപണം ഉയർത്തിക്കൊണ്ട് നിരവധി അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുകയും അവർ
തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് സെക്രട്ടേറിയറ്റിലകം കടന്നു ചെന്നതടക്കം ആരോപണത്തിന്റെ ഉദാഹരണമായി LDF ചൂണ്ടിക്കാട്ടുമെന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും അതിന് തൊട്ടുമുമ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിന്റെ വീട്ടിലടക്കം കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനയടക്കം ഈ പ്രതിരോധമുയർത്തുമ്പോൾ ആരോപണത്തിന്റെ ഒരു തെളിവായി LDF ഉയർത്തിക്കാട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാകും. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ദില്ലിയിൽ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. ഇനി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള 1-2 പേർ മാത്രമാണ് ദില്ലിയിലേക്ക് വൈകിട്ടോടെ തിരിക്കാനുള്ളത്. മറ്റുള്ളവരൊക്കെ ദില്ലിയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞു. നാളത്തെ സമരം പൊളിക്കാനുള്ള ചില തന്ത്രങ്ങളുടെ ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നതെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ LDF കേന്ദ്രങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. ബിനിൽ.